Chlorophyceae. Chlorophyceae is a large and highly heterogeneous group which includes a large number of species. Its members are popularly known as green algae by virtue of the presence of grass-green chromatophores. Green algae എന്ന് വിളിക്കുന്ന large group ആണ് Chlorophyceae. ഇതിന്റെ salient features ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലോറോഫിലിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ടിപ്പിക്കലി ഗ്രീൻ കളറിൽ വരുന്ന ഇതിന്റെ മേജർ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, ആൽഫ, ബീറ്റ, ഗാമ കരോട്ടീൻസ് ആൻഡ് സാന്തോഫിൽസ്, സൈഫോണിൻ, ലൂട്ടീൻ, ലൈക്കോപീൻ ആൻഡ് വൈലാസാന്തിൻ. ഇതൊക്കെയാണ്. ഈ ക്ലോറോഫൈസിയുടെ താലസ് യൂക്കാരിയോട്ടിക് ആണ് with organized nucleus and membrane bound cell organelles. ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് പ്രോട്ടീനീഷ്യസ് ബോഡി ആയിട്ടുള്ള പൈറിനോയിഡ്സിന്റെ പ്രസൻസ് ഉണ്ടാവും. സെൽ വോള് സെല്ലുലോസ് കൊണ്ടായിരിക്കും, സ്റ്റാർച്ച് ആയിരിക്കും റിസർവ് ഫുഡ് മെറ്റീരിയൽ. ദെൻ ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള മോട്ടൈൽ റിപ്രൊഡക്റ്റീവ് സെൽസ് ആയിരിക്കും. ഇനി ഒക്കറൻസ് എവിടെയൊക്കെ കാണും എന്നുള്ളത് നോക്കാം. ഗ്രീൻ ആൽഗെ ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ഫോംസ് ഉണ്ടാവും. അറ്റാച്ച്ഡ് എപ്പിഫൈറ്റിക്, എപ്പിസോയിക്, എൻഡോസോയിക്, സിംബയോട്ടിക്, പാരസൈറ്റിക് മെമ്പേഴ്സ് എന്നിവയൊക്കെ ഉണ്ടാവും. ഗ്രീൻ ആൽഗെ അക്വാട്ടിക്, ആംഫിബിയസ്, ടെറസ്ട്രിയൽ ഓർ സബേരിയൽ ഫോംസ് ഒക്കെ ഉണ്ട്. പക്ഷെ മെജോറിറ്റി ഫോംസും ഫ്രഷ് വാട്ടർ ഫോംസ് ആയിരിക്കും. സെഫാലുറോസ് വൈറിസെൻസ് എന്നത് തേയിലയിൽ, അതായത് ചായയിലയിൽ റെഡ് റസ്റ്റ് എന്ന ഡിസീസ് ഉണ്ടാക്കും. സെഫാലുറോസ് കോഫി എന്ന് പറയുന്നത് കോഫി പ്ലാന്റിലെ പാരസൈറ്റ് ആണ്. ഇനി സെഫാലുറോസ് പാരസൈറ്റിക്ക ഗ്രേപ്പ് വൈനില് ബ്രൗൺ റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് മേജർ ഹാബിറ്റ്സ് ആൻഡ് ഹാബിറ്റാറ്റ് ഓഫ് ഗ്രീൻ ആൽഗെ. ഇനി ചിലത് ഈ ഗ്രീൻ ആൽഗെ അനിമൽസിന്റെ ഒക്കെ അകത്തും പുറത്തും ഒക്കെ ജീവിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ എപ്പിസോയിക് എന്ന് പറയും, അകത്താണെങ്കിൽ എൻഡോസോയിക് എന്ന് വിളിക്കും. ഇതിന്റെ എക്സാമ്പിൾ ആണ് ക്ലോറല്ല. ഈ ഹൈഡ്രയുടെ ഒക്കെ അകത്ത് ജീവിക്കുന്ന ഒരു ആൽഗയാണ്. ഈ കൊതുകിന്റെ ആന്റിനയിലൊക്കെ കാണുന്ന ഒരു ആൽഗയാണ് കാരേഷ്യൻ. പല ഫോംസ് ഉണ്ട്. മറൈൻ ഫോംസ് ഉണ്ട്, ഫ്രീ ലിവിംഗ് ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഫ്രഷ് വാട്ടർ ഫോംസ്, അറ്റാച്ച്ഡ് ഫ്രഷ് വാട്ടർ ഫോംസ്, എപ്പിസോയിക്, എൻഡോസോയിക്, സിംബയോട്ടിക്, സ്പേസ് പാരസൈറ്റ്, ട്രൂ പാരസൈറ്റ് ഒക്കെ ഉണ്ട്. റേഞ്ച് ഓഫ് താലസ് ഓർഗനൈസേഷൻ. ക്ലോറോഫൈസിയിലുള്ള മെമ്പേഴ്സിന്റെ താലസ് ഓർഗനൈസേഷൻ 4 തരത്തിലാണ്. യൂണിസെല്ലുലാർ താലസ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഫിലമെന്റസ് താലസ് ഉണ്ട്, ദി കൊളോണിയൽ താലസ് ആൻഡ് സീനോസൈറ്റിക് അല്ലെങ്കിൽ സൈഫോണീഷ്യസ് താലസ് ഉണ്ട്. യൂണിസെല്ലുലാർ താലസ് ഫോംസ് എങ്ങനെയാണെന്ന് നോക്കാം. സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് താലസ് ആണ്. സ്ഫിറിക്കൽ, ഓവൽ, പിയർ ഷേപ്ഡ് ഓർ കൊക്കോയിഡ് ഫോം ഒക്കെ ഉണ്ടാവാം. ഇത് 2 ടൈപ്പിലുണ്ട്. ഒന്ന് മോട്ടയിലും നോൺ മോട്ടയിലും. യൂണിസെല്ലുലാർ മോട്ടയിൽ താലസ് ആണെങ്കിൽ 2 ഫ്ലജെല്ലം ഉണ്ടാവും. ആന്റീരിയർ എൻഡിൽ 2 പൾസേറ്റിംഗ് കോൺട്രാക്ടൈൽ വാക്യൂൾസ് ഉണ്ടാവും. പിന്നെ ഒരു ഐസ്പോട്ടും ഉണ്ടാവും. നടുക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. പോസ്റ്റീരിയർ എൻഡിൽ ഒരു കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റും ഉണ്ടാവും. ഇതിന് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്. യൂണിസെല്ലുലാർ നോൺ മോട്ടൈൽ താലസിനെ സാധാരണ കൊക്കോയിഡ് എന്ന് പറയും. ഈ നോൺ മോട്ടൈൽ ഫോംസിന് ഫ്ലജെല്ല, കോൺട്രാക്ടൈൽ വാക്യൂൾസ്, ഐസ്പോട്ട് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ക്ലോറല്ല, ക്ലോറോകോക്കം ആൻഡ് കാരേഷ്യം. കൊളോണിയൽ താലസ്. കൊളോണിയൽ താലസ് എന്ന് പറയുന്നത് സെല്ലിന്റെ ഒരു ലൂസ് അഗ്രിഗേഷൻ ആണ്. ഇതിനെ കവർ ചെയ്തിട്ട് ഒരു ജെലാറ്റിനസ് എൻവലപ്പ് ഉണ്ടാവും. കൊളോണിയൽ താലസ് മോട്ടയിലോ നോൺ മോട്ടയിലോ ആവാം. അതിന് എക്സാമ്പിൾ ആണ് വോൾവോക്സ്, ദെൻ പാൻഡോറീന, ഗോണിയം, യൂഡോറീന, പെഡസ്ട്രിയം ഒക്കെ, പീഡിയാസ്ട്രം ഒക്കെ. Then Cenocytic or Siphonaceous thallus. ഇത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള പക്ഷെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് താലസ് ആണ്.
ഇതിന് സെപ്റ്റ പ്രസന്റ് ആയിരിക്കത്തില്ല. ഇതിന്റെ താലസ് ഇലോങ്ങേറ്റഡ് ആൻഡ് ട്യൂബുലാർ ആയിട്ട് ഒരു സഞ്ചി പോലെ ഇരിക്കുന്നതായിരിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് അസറ്റാബുലേറിയ, കാരിയേഷ്യം, കോളറപ്പ എക്സെട്ര. The multicellular filamentous thallus. ഇത് ന്യൂമറസ് സെൽസ് ലീനിയർ റോയിൽ അറേഞ്ച് ചെയ്തതാണ് ഫോം ചെയ്യുന്നത്. ഇത് 5 ടൈപ്പിലുണ്ടാവും. സിമ്പിൾ ഓർ അൺബ്രാഞ്ച്ഡ്, കോംപ്ലെക്സ് ഓർ ബ്രാഞ്ച്ഡ്, foliaceous, massive and parenchymatous, heterotrachous. ഈ സിമ്പിൾ അൺബ്രാഞ്ച്ഡ് എക്സാമ്പിൾ ആണ് യൂളോത്രിക്സും സ്പൈറോഗൈറ, ഇഡഗോണിയ ഒക്കെ. ദെൻ കോംപ്ലെക്സ് ബ്രാഞ്ച്ഡ് എക്സാമ്പിൾ ആണ് ക്ലാഡോഫോറ. ദെൻ foliaceous ഈ ഇല പോലെ ഇരിക്കുന്നതാണ് എക്സാമ്പിൾ ആണ് അൾവ. ദെൻ പാരൻകൈമാറ്റസ് താലസ് കൊണ്ട് ഇത് മൾട്ടി ലെയേർഡ് ആയിരിക്കും, എക്സാമ്പിൾ കോളിയോക്കീറ്റ്. ദെൻ ഹെറ്ററോട്രൈക്കസ് താലസ് ഉണ്ട്, ഇത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൈപ്പ് ആണ്. ഇവിടെ താലസിന് 2 പോർഷൻസ് ഉണ്ടാവും, ഒരു പോസ്ട്രേറ്റ് സിസ്റ്റവും ഒരു റെക്ട് സിസ്റ്റവും. പോസ്ട്രേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റത്തിൽ ക്രീപ്പ് ചെയ്ത് കിടക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ഫിലമെന്റ് ആണ്. ഇറക്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പ്രോസ്ട്രേറ്റ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന വെർട്ടിക്കൽ ബ്രാഞ്ചസ് ആണ്. എക്സാമ്പിൾ ആണ് സ്റ്റിജിയോക്ലോണിയവും ഫിഷ്യലയൊക്കെ. സെൽ സ്ട്രക്ചർ. ഗ്രീൻ ആൽഗയുടെ സെല്ല് യൂക്കാരിയോട്ടിക് ആണ്. സെല്ലിന് 2 മേജർ പാർട്സ് ഉണ്ടാവും, സെൽ വോൾ ആൻഡ് പ്രോട്ടോപ്ലാസ്റ്റ്. സെൽ വോൾ നോൺ ലിവിംഗ് ആയിട്ടുള്ള ഔട്ടർ കവറിംഗ് ആണ്, പ്രോട്ടോപ്ലാസ്റ്റ് ലിവിംഗ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഇതിന് 3 പാർട്സ് ഉണ്ടാവും, പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഈ സൈറ്റോപ്ലാസത്തിലായിരിക്കും മേജർ സെൽ ഓർഗനൽസ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോമും, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി ബോഡീസ്, ഡിക്റ്റിയോസോംസ് ഒക്കെ കാണുന്നത്. സെൽ വാൾ. സെൽ വാൾ സാധാരണ 2 ലെയർ ആയിരിക്കും. ഒന്ന് പെക്ടോസ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഔട്ടർ ലെയറും സെല്ലുലോസ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഇന്നർ ലെയറും. ഈ സൈഫണീൽസ് എന്ന ഓർഡറിൽ സെല്ലുലോസിന് പകരം കാലോസും പെക്റ്റിനും ആയിരിക്കും. ചില ഫോംസിന് സെൽ വാളിൽ ലിപ്പിഡും പ്രോട്ടീൻസും പ്രസന്റ് ആയിരിക്കും. മറ്റു ചിലതിന് ഹെമി സെല്ലുലോസ് വെച്ചായിരിക്കും സെൽ വാൾ ഫോം ചെയ്തിട്ടുണ്ടാവാം. ഇനി മറൈൻ ഫോംസിന്റെ സെൽ വാളിൽ കാൽസ്യം കാർബണേറ്റ് പ്രസന്റ് ആയിരിക്കും. വോൾവോക്സ്, അതിന് യൂഡോറീന, യൂളോത്രിക്സ് പോലുള്ള മൾട്ടി സെല്ലുലാർ ഫോംസിന് അഡ്ജസന്റ് സെല്ലായിട്ട് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ഉണ്ടാകും. ഇതിനെ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് വിളിക്കും. ക്ലോറോപ്ലാസ്റ്റ്. ഗ്രീൻ ആൽഗയുടെ ക്ലോറോപ്ലാസ്റ്റിനെ പ്ലാസ്റ്റിഡ്സ് എന്ന് വിളിക്കും, കാരണം ഇവർക്ക് ക്ലോറോഫിൽ എയും ബിയും ചെറിയ എമൗണ്ടിൽ കരോട്ടിനോയിഡ്സും ഉണ്ടാവും. മറ്റു ആൽഗൽ ഗ്രൂപ്പ്സിന് ക്ലോറോഫിൽ ബി ആബ്സെന്റ് ആയിരിക്കും. ഗ്രീൻ ആൽഗയിൽ ഉള്ള കരോട്ടിനോയിഡ്സ് ആണ് കരോട്ടീൻസും സാന്തോഫിൽസും. പല ഗ്രൂപ്പിലും ക്ലോറോപ്ലാസ്റ്റിന്റെ എണ്ണത്തിലും ഷേപ്പിലും വ്യത്യാസം ഉണ്ടാവും. വോൾവോക്കേൽസില് കപ്പ് ഷേപ്ഡ് ആയിരിക്കും ക്ലോറോപ്ലാസ്റ്റ്. ദെൻ കീറ്റോഫോറിയൽസില് ഗിർഡിൽ ഷേപ്ഡ് ആയിരിക്കും. ദെൻ ഇഡഗോണിയത്തില് റെറ്റിക്കുലേറ്റ് ആയിരിക്കും. യൂളോത്രിക്സില് കോളർ ഷേപ്ഡ് ആയിരിക്കും. ഗ്രീൻ ആൽഗയുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഹയർ പ്ലാന്റ്സിനോട് സിമിലർ ആണ്. ഡബിൾ ലെയേർഡ് ആയിരിക്കും. സ്ട്രോമ എന്ന ജെലാറ്റിനസ് കോർ ഉണ്ടാവും. ഈ സ്ട്രോമയിലാണ് ഫോട്ടോസിന്തസിസിനും അല്ലെങ്കിൽ മറ്റ് സിന്തറ്റിക് റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. It contains a lamella membrane system, ribosomes, DNA, mRNA, tRNA, starch grains, pyrenoids and enzymes involved in DNA duplication, genetic transcription, translation, photosynthesis, etc. പല പ്രോസസ്സിനും വേണ്ടിയിട്ടുള്ള എൻസൈംസ് എല്ലാം ഇതിനകത്ത് പ്രസന്റ് ആയിരിക്കും. ദെൻ ഗ്രീൻ ആൽഗയുടെ ഒരു സാലിയൻ ഫീച്ചർ ആണ് presence of starch grains and pyrenoids within the chloroplast. ഈ സ്ട്രോമയിൽ കാണുന്ന മെംബ്രെയിൻ സിസ്റ്റം ആണ് ലാമെല്ല സിസ്റ്റം അല്ലെങ്കിൽ തൈലക്കോയിഡ് സിസ്റ്റം. ദെൻ ന്യൂക്ലിയസ്. ടിപ്പിക്കലി ഒരു ന്യൂക്ലിയസിന് 4 മേജർ പാർട്സ് ഉണ്ടാവും. ന്യൂക്ലിയർ എൻവലപ്പ്, ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയോലസ്, ക്രൊമാറ്റിൻ നെറ്റ്വർക്ക്. ഇത് പോറസ് ആയിട്ടുള്ള ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. ഈ 2 മെംബ്രെയിൻ്റെയും ഇടയ്ക്ക് ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ഉണ്ടാവും. അതാണ് പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത് വാട്ടറും പ്രോട്ടീനും എൻസൈംസും
ഫോസ്ഫോലിപ്പിഡ്സും മിനറൽസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കൊളോയിഡൽ ന്യൂക്ലിയർ മാട്രിക്സ് ആണ്. ഈ ന്യൂക്ലിയോളസ് പ്രോട്ടീൻസും RNA, DNA ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന റീജിയൻ ആണ്. ഈ ക്രോമാറ്റിൻ നെറ്റ്വർക്ക് ഫോംഡ് മോസ്റ്റ്ലി ഓഫ് DNA ആൻഡ് ദ ബേസിക് പ്രോട്ടീൻ ഹിസ്റ്റോൺ. Then flagella. Flagella എന്നത് ലോക്കോമോഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. സാധാരണ ഒരു സെല്ലിന് 2 മുതൽ 4 എണ്ണം വരെ ആയിരിക്കും കാണുന്നത്. പക്ഷെ ഇഡഗോണിയത്തിന്റെ സൂസ്പോറിലും മെയിൽ ഗ്യാമീറ്റ്സിലും ഒക്കെ ആന്റീരിയർ എൻഡില് ഒരുപാട് ഫ്ലജല്ലയുടെ ഒരു റിംഗ് ആയിട്ടാണ് കാണുന്നത്. ഫ്ലജല്ലത്തിന് 2 പാർട്ടുണ്ട്, കൈനറ്റോസോമും ആക്സിയൽ ഫിലമെന്റ് ഓർ ഷാഫ്റ്റ്. ആക്സിയൽ ഫിലമെന്റ് അറൈസ് ചെയ്യുന്ന ബേസൽ പോർഷൻ ആണ് കൈനറ്റോസോം. ഈ കൈനറ്റോകോർ ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ആണ്. ഇതിന്റെ വാൾ എന്ന് പറയുന്നത് 9 കോൺസെൻട്രിക്കലി അറേഞ്ച്ഡ് ഗ്രൂപ്പ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ആണ്. ആക്സിയൽ ഫിലമെന്റിന് 3 പാർട്ട് ഉണ്ടാവും, ആക്സോണിയം, മാട്രിക്സ് ആൻഡ് ഷീത്ത്. ആക്സോണിയം 11 മൈക്രോട്യൂബ്യൂൾസ് ചേർന്നിട്ടാണ്. ഇതിനെ 9+2 അറേഞ്ച്മെന്റ് എന്ന് പറയും. ആക്സോണിയം അടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡ് സബ്സ്റ്റൻസിനെയാണ് മാട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഷീത്ത് ടെർമിനൽ പോർഷനിൽ അൺകവേർഡ് ആയിരിക്കും. ഇതിനെ എൻഡ് പീസ് എന്ന് വിളിക്കും. Then reproduction. ക്ലോറോഫൈസിയില് വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ മെത്തേഡില് റിപ്രൊഡക്ഷൻ നടക്കും. ഒന്ന് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ, ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, അമൈലം സ്റ്റാർ, ട്യൂബേഴ്സ്, സെക്കൻഡറി പ്രോട്ടോണിമ, ബൾബിൽസ്, അക്കീനറ്റ്സ് ഒക്കെ വഴിയാണ് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ദെൻ അസെക്ഷൽ റിപ്രൊഡക്ഷൻ, ഗ്രീൻ ആൽഗയുടെ കോമൺ അസെക്ഷൽ സ്പോർ എന്ന് പറയുന്നത് സൂസ്പോസ്, അപ്ലാനോസ്പോസ്, സിഗ്നോസ്പോസ്, ഓട്ടോസ്പോസ് എന്നിവയൊക്കെയാണ്. സ്പോസ് ഹാപ്ലോയിഡ് ആയിരിക്കും. മൈറ്റോസിസ് വഴി ഫോം ചെയ്യുന്നതുകൊണ്ട് മൈറ്റോസ്പോസ് എന്നും പറയും. The sexual spores of green algae are produced by haploid plants and hence are haploid. They are produced endogenously within sporangia by sporogenic mitosis. So they are generally called mitospores. Zoospores. Zoospores എന്ന് പറഞ്ഞാൽ naked uninucleate multiflagellated motile spores ആണ്. ഇത് ഫേവറബിൾ കണ്ടീഷൻസിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത് വെജിറ്റേറ്റീവ് സെൽസിലോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആയിട്ടുള്ള സൂസ്പൊറാഞ്ചിയിലോ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സമയത്ത് പാരന്റ് സെല്ലിന്റെ പ്രോട്ടോപ്ലാസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു സിംഗിൾ സൂസ്പോർ ആയിട്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഒരുപാട് സൂസ്പോർ ആയിട്ട് മാറാം. ഇവ പോറിലൂടെയോ, ഈ സൂസ്പോർസ് പോറിലൂടെയോ അല്ലെങ്കിൽ സെൽ വോള് റപ്ചർ ചെയ്തൊക്കെയാണ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നത്. സൂസ്പോർസ് സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. പാമല്ല സ്റ്റേജ്. സൂസ്പോറ് ഫോം ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻസ് അൺഫേവറബിൾ ആയാൽ സൂസ്പോറ് ഫ്ലജല്ല ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യാതെ പാരന്റ് സെല്ലിനകത്ത് തന്നെ ഒരു മ്യൂസിലേജിനിയസ് മാട്രിക്സ് ഫോം ചെയ്യും. ഈ മ്യൂസിലേജിയൻ മാട്രിക്സിന്റെ അകത്ത് ഈ സ്പോർസ് ഡിവൈഡ് ചെയ്യും. ഈ സ്റ്റേജിനെയാണ് പാമല്ല സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇത് ക്ലാമിഡോമോണസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ പാമല്ല സ്റ്റേജ് എന്ന് പറയുന്നത്. Then അപ്ലാനോസ്പോർസ്. അപ്ലാനോസ്പോർസ് തിൻ വോൾഡ് ആയിട്ടുള്ള ഒറ്റ ന്യൂക്ലിയസ് മാത്രമുള്ള നോൺ ഫ്ലാജലേറ്റഡ് ആൻഡ് നോൺ മോട്ടൈൽ സ്പോർസ് ആണ്. അപ്ലാനോസ്പോർസ് ഫോർമേഷന്റെ സമയത്ത് പ്രോട്ടോപ്ലാസ്റ്റ് മദർ സെൽ വോളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് റൗണ്ട് ഷേപ്പിലാകും. ഇതിന് ചുറ്റും ഒരു വോള് സെക്രീറ്റ് ചെയ്ത് അപ്ലാനോസ്പോർസ് ആയിട്ട് മാറും. മറ്റു ചിലത് റിപ്പീറ്റഡ് ഡിവിഷൻസ് നടന്ന് സെവറൽ ഡോട്ടർ പ്രോട്ടോപ്ലാസും ആയിട്ട് മാറും. ഇത് ഇൻസിസ്റ്റഡ് ആയിട്ട് അപ്ലാനോസ്പോർസ് ആയിട്ട് മാറും. ദെൻ ഹിപ്നോസ്പോർസ്. ഇത് കുറച്ച് തിക്ക് വാൾഡ് അപ്ലാനോസ്പോർസ് ആണ്. ഇത് പെരിനേറ്റിംഗ് ബോഡീസ്
ആണ്. അതായത് അൺഫേവറബിൾ കണ്ടീഷൻസ് തരണം ചെയ്യാനായിട്ട് ഒരുപാട് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ ഇത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പെരിനീറ്റിയം ബോഡീസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫ്രീഡിയാസ്ട്ര. Then autospores. പാരന്റ് സെല്ലിനോട് ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്ലാനോസ്പോർസ് ആണ്. എക്സാമ്പിൾ ക്ലോറല്ല. അതായത് പാരന്റ് സെല്ലിന്റെ അതേ ഷേപ്പിലായിരിക്കും ഇരിക്കുക. Autospores. Then sexual reproduction. In Chlorophyceae, there are 4 kinds of sexual reproduction, namely isogamy, anisogamy, aplanogamy, and oogamy. First one isogamy ആണ്. Naked, flagellated and morphologically identical gametes in the fusion ആണ്. ഗാമറ്റാഞ്ചിയയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഐസോഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തുണ്ടാവുന്നതാണ് ഈ സൈഗോസ്പോർസ്. എക്സാമ്പിൾ ആണ് യൂലോത്രിക്സ്, പിന്നെ സിഗ്നീമയുടെ ചില സ്പീഷീസ്, ക്ലാമിഡോമോണസ് ഒക്കെ. ദെൻ അനൈസോഗമി ഓർ ഹെറ്ററോഗമി. ഇവിടെ ഒരു ഗാമേറ്റ് മറ്റേതിൽ നിന്നും സ്മോളർ, മോർ ആക്റ്റീവും ആയിരിക്കും. എക്സാമ്പിൾ ക്ലാമിഡോമോണസ് ബ്രോണി ആൻഡ് സ്പൈറോഗേരം. ദെൻ അപ്ലാനോഗമി. കോൺജുഗേറ്റ്സിൽ കാണുന്ന അൺയൂഷ്വൽ ടൈപ്പ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. ഇവിടെ ഗാമേറ്റ്സിന് ഫ്ലജെല്ല ഉണ്ടാവില്ല, അമീബോയിഡ് ആയിരിക്കും. ഇതിനെ എപ്ലാനോഗാമേറ്റ്സ് എന്ന് പറയും. ഇവ ഫ്യൂസ് ചെയ്ത് സൈഗോസ്പോർസ് ഫോം ചെയ്യും. എക്സാമ്പിൾ സിഗ്നീമ, സ്പൈറോഗേറം. Then oogamy. ഇവിടെ മോട്ടൈൽ മെയിൽ ഗാമീറ്റ്സ് ഓർ ആന്ത്രോസോയിഡ്സും നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമീറ്റ്സ് അല്ലെങ്കിൽ ഓവ ആയിരിക്കും ഗാമേറ്റ്സ് ആയിട്ട്. ഈ ആന്ത്രോസോയിഡ്സ് ആന്ത്രേഡിയയിലും ഓവ ഊഗോണിയത്തിലും ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. എക്സാമ്പിൾ ആണ് സ്പൈറോഗേരിയം, സിഗ്നീമ ഒക്കെ. ഇതൊക്കെയാണ് ക്ലോറോഫൈസിയയുടെ ജനറൽ ക്യാരക്ടേഴ്സ്.